ഹലോ, ഇന്ന് ഞാനൊരു ചെറിയൊരു ഹോം ടൂർ എടുക്കാമെന്ന് വിചാരിച്ചു. ഹോം ടൂറല്ല, ഞങ്ങളുടെ വീടും പരിസരവും അമ്മൂമ്മ താമസിക്കുന്ന സ്ഥലം, എൻ്റെ വീട് എവിടെയാണ്, അമ്മൂമ്മ എവിടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ ചോദിച്ചവർക്ക് ഞങ്ങളുടെ ഫുൾ ഏരിയ ഒന്ന് കാണിച്ചു തരാം. പെട്ടെന്നൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും ഇത്. ഞാൻ സ്റ്റാർട്ടിങ് എൻ്റെ വീട് മുതൽ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് പോകുന്നത് വരെ നമുക്ക് വീഡിയോ ക്യാപ്ചർ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ഹലോ എവ്രി വൺ. അപ്പോൾ ഇതാണ് നമ്മുടെ വഴിയിൽ നിന്നും നമ്മുടെ വീട്ടിലേക്ക് കയറുന്ന ആക്ച്വൽ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇതെൻ്റെ വീട്ടുപേരും ഇതെൻ്റെ അച്ഛൻ്റെ പേരും ഒക്കെ ഉള്ള ഒരു നെയിം ബോർഡ്. അത് കാണുമ്പോൾ ഒരുപാട് സങ്കടമാണ് എനിക്ക്. പിന്നെ ഇതാണ് നമ്മുടെ വീടിൻ്റെ പുറത്തുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. മൊത്തം ഈ മുകളിലുള്ള കൺസ്ട്രക്ഷൻ നമ്മൾ റീസെൻ്റ്ലി ചെയ്തതാണ്. അത് മുകളിലെത്തിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതിനകത്ത് എന്താ ഉള്ളതെന്ന്. അപ്പോൾ ഇതാണ് നമ്മളുടെ വീടിൻ്റെ പുറത്തുള്ള ഒരു വ്യൂ. പിന്നെ ഈ കാണുന്ന ഒരു സ്പേസ് നമ്മൾ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിൽ കുറച്ച് മെറ്റലൊക്കെ ഇട്ട് നമ്മളത് ക്ലീൻ ചെയ്ത് വെച്ചേക്കുവാണ്. അവിടെ കുറച്ച് ചെടികളൊക്കെ ഉള്ളതെല്ലാം പറിച്ച് കളഞ്ഞു. ഇനിയിപ്പോൾ അവിടെ പുതിയതായിട്ടൊന്നും വെക്കുന്നില്ല. ഉള്ളതെല്ലാം നമുക്കൊന്ന് സെറ്റ് ചെയ്ത് അവിടെ കുറച്ച് പുതിയ തരം ചെടികളും പുല്ല് വെച്ച് പിടിപ്പിക്കാം എന്നുള്ളൊരു ഐഡിയയിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് അവിടെ. അതിലിനി ഒരു തീരുമാനം ഇതുവരെ എത്തിയിട്ടില്ല. ഇത് നമ്മുടെ ഒരു ഫ്രീ സ്പേസാണ്. നമ്മുടെ അടുക്കളയിൽ നിന്ന് നേരെയുള്ളൊരു സ്പേസാണിത്. ഗാർഡൻ്റെ അടുത്തായിട്ട് അവിടെ ആവശ്യത്തിന് കളിക്കാം. പിന്നെ നമുക്ക് ഒരു വീട്ടിലേക്കുള്ള ഒരു എൻട്രൻസ് ഇതാണ് എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് എൻ്റെ കാറ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കയറാം. അപ്പോൾ അകത്തോട്ട് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളുടെ ഫസ്റ്റ് ഒരു ലിവിങ് സ്പേസ് എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സമയം ഇരിക്കുന്നതും ചിലവഴിക്കുന്നതും ഇവിടെ തന്നെയാണ്. കാരണം ഇവിടെ ഇരുന്നായിരിക്കും നമ്മളെല്ലാവരും ടി വി കാണുന്നത്. കുഞ്ഞുള്ളതുകൊണ്ട് മാക്സിമം ടൈം നമ്മളിവിടെ ഇരുന്നിട്ടായിരിക്കും ടി വിയും പാട്ടും എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു ലിവിങ് ഏരിയ എന്ന് പറയുന്നത്. നമ്മൾ എൻട്രൻസിൽ നിന്ന് വന്ന ഉടനെ ഉള്ള ഒരു ചെറിയൊരു ലിവിങ് സ്പേസാണിത്. പിന്നെ ഇവിടുന്ന് നിങ്ങൾ കയറി വരുമ്പോൾ ഫസ്റ്റ് റൂം എന്ന് പറയുന്നത് ഇത് എൻ്റെ റൂമാണ്. ഇപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു വോയിസ് ഓവർ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ വർക്കിംഗ് സ്പേസ്. ഞാൻ എന്നും അമ്മൂമ്മയോട് 12:30 വർക്ക് ഉണ്ടെന്ന് പറയുന്നത് ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന എൻ്റെ സ്പേസാണിത്. അപ്പോൾ ഞാൻ വീട്ടിൽ ഇരുന്നാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇതെൻ്റെ ഒരു കൊച്ചുമുറി. ഞാനും മോനും ഇവിടെയാണ് കിടക്കുന്നത്. പിന്നെ ഇത് വിട്ട് കഴിഞ്ഞാൽ ഈ കാണുന്ന മുറി എന്ന് പറയുന്നത് അമ്മയുടെ മുറിയാണ്. അതിപ്പോൾ അമ്മ അകത്തുള്ളതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് അടച്ചിട്ടേക്കുവാണ്. അമ്മ എന്തോ ക്ലീനിങ്ങും അവിടെ തുണി മടക്കുകയോ ഏതാണ്ടൊക്കെ ചെയ്യുകയാണ്. ഇതിപ്പോൾ നമ്മുടെ ഒരു മുഖം നോക്കുന്ന സ്പേസും പിന്നെ കുറച്ച് സാധനങ്ങൾ മെഡിസിൻസൊക്കെ വെക്കുന്ന ഒരു റാക്കാണത്. പിന്നെ ഇത് നമ്മുടെ ഒരു ടൈനി ടി വി സ്പേസ്. പിന്നെ അവിടെയാണ് എൻ്റെ മോൻ്റെ ടോയ്സും കളിപ്പാട്ടങ്ങളും എല്ലാം കൂട്ടി വെച്ചേക്കുന്നത്. പിന്നെ ഇവിടുന്ന് നമ്മൾ നടന്നു വരുമ്പോൾ ഇനിയുള്ളത് എൻ്റെ അച്ഛൻ്റെ ഒരു ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാം. അപ്പോൾ ആ ഒരു സ്പേസിൽ ഇത് ഇപ്പം ഞാൻ കാണിച്ചു തരാം. അത് ഇവിടെ നമുക്കൊരു വാഷിംഗ് മെഷീൻ ഏരിയ ഉണ്ട്. ഇവിടെയാണ് ചെറിയ തുണികൾ നനയ്ക്കാനുള്ളത് എല്ലാം അതിനകത്ത് ക്ലോസ്ഡ് ആയിട്ടിരുന്നോളും. ഇത് നമ്മളുടെ ഒരു കുട്ടി കിച്ചണാണ്. ഇവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമ്മളുടെ ഒരു എന്താ പറയുക, വിളക്ക് കത്തിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇതെൻ്റെ മോൻ തുറക്കാതിരിക്കാൻ വേണ്ടി അമ്മ കെട്ടി വെച്ചേക്കുന്നതാണ്. അതിൻ്റെ താഴെ നമ്മളൊരു കെട്ട് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് തുറക്കാം, ഓട്ടോമാറ്റിക്കലായിട്ട് ക്ലോസ് ചെയ്യും. ഇതെൻ്റെ സിസ്റ്ററിൻ്റെ മുറിയാണ്. അവർ വരുന്ന സമയം ഇവിടെയാണ് കിടക്കാറ്. അവരിപ്പം ഇവിടെ ആരും ഇല്ല. ഇത് വിരിച്ചടുക്കിയിട്ട് എൻ്റെ മോൻ ഇവിടെ ഇരുന്നാണ് ഊഞ്ഞാലാടുന്നത്. അവിടെ ഒരു ഊഞ്ഞാൽ കെട്ടുന്ന ഒരു തൊട്ടിയിടുന്ന ഒരു സാധനം വെച്ചിട്ടുണ്ട്. അതിൽ ഊഞ്ഞാൽ കെട്ടി അവൻ എപ്പോഴും ഇവിടെ ഇരുന്ന് ആടും. പിന്നെ ഈ മുറിയിൽ അങ്ങനെ ആരും കയറാറില്ല. എന്തെങ്കിലും ഒരു ക്ലീനിങ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഈ മുറിയിൽ നമ്മൾ കയറുന്നത്. ഇതാണ് എൻ്റെ അച്ഛൻ. ഇതാണ് എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ. നിങ്ങൾ എല്ലാവരും ചോദിച്ചിരുന്നില്ലേ, ഇതാണ് എൻ്റെ അച്ഛൻ. 1.5 കൊല്ലം മുമ്പ് മരിച്ചുപോയി. അപ്പോൾ ഇത് വീണ്ടും ഞാനൊരു കിച്ചൻ്റെ അറിയാതൊരു ക്ലിപ്പ് എടുത്തതാണ്. അപ്പോൾ ഇതാണ് ആക്ച്വൽ കിച്ചൺ വ്യൂ എന്ന് പറയുന്നത്. എല്ലാ വീട്ടിലെയും പോലെ ഉച്ചക്കത്തെ ഭക്ഷണങ്ങളൊക്കെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് അമ്മയുടെ മുറി. അമ്മ ഇവിടെ എല്ലാം അടുക്കി പെറുക്കി അവിടെ വെച്ചിട്ട് പോയെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് എപ്പോഴും ഏറ്റവും കൂടുതലൊരു തുണിയുള്ള മുറി എന്ന് തന്നെ പറയാം. നമ്മൾ നനച്ച തുണിയെല്ലാം ഉണങ്ങി ഇവിടെ കൊണ്ടുവച്ചാണ് മടക്കുന്നത്. ഇനി നമുക്ക് പതുക്കെ മുകളിലേക്ക് പോകാം. അപ്പോൾ മുകളിലുള്ളൊരു കൺസ്ട്രക്ഷൻ റീസെൻ്റ്ലി ചെയ്തതാണ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം.
അത് ഒരു 3 മാസം പോലും ആയില്ല ചെയ്തിട്ട്. അതിൻ്റെ മുകളിലേക്കുള്ള അത് എൻ്റെ വളരെ ഇഷ്ടപ്പെട്ട് ചെയ്യിപ്പിച്ച ഒരു കൺസ്ട്രക്ഷനാണ്. ഇവിടെ നമുക്കൊരു വാഷിംഗ് മെഷീനുണ്ട്, പക്ഷേ അത് കുഞ്ഞിൻ്റെ തുണി നനയ്ക്കാൻ വേണ്ടി മാത്രം വെച്ചേക്കുന്നതാണ്. പിന്നെ അവൻ്റെ ഒത്തിരി ടോയ്സും സാധനങ്ങളും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മളുടെ ടെറസ്. അവിടെ നമ്മൾ ഈ റൂഫിങ് ഇത് ചെയ്യിപ്പിച്ചിട്ട് അവിടെ ഒരു നല്ല ഒരു സ്പേസ് ഉണ്ടാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഈവൻ്റ് ഒക്കെ നടത്തണമെങ്കിൽ പോലും നമുക്ക് ആ ഒരു സ്പേസിൽ നടത്താം. പിന്നെ എൻ്റെ ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ എന്ന് തന്നെ പറയാം. ഇവിടെ ഇരിക്കുമ്പോൾ നല്ല കാറ്റാണ്. പിന്നെ ആ കാണുന്നത് നമ്മുടെ പഴയ സോഫയായിരുന്നു. അത് പുതിയ സോഫ വാങ്ങിച്ചപ്പോൾ അത് നമ്മൾ കൊടുത്തില്ല. അതിൽ നമ്മൾ കവറൊക്കെ ഇട്ടിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഇവിടെ ഇരുന്ന് ചായ കുടിക്കാം. ഈവനിങ് വല്ല അവൻ കളിക്കുവാണെങ്കിൽ നമുക്കതൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ ഇരിക്കാം. പിന്നെ സൈക്കിൾ ഓടിക്കാനൊക്കെ അവൻ ഇവിടെയാണ് വരുന്നത്. നമ്മൾ എല്ലാവരും 3 പേരും മുകളിൽ വന്ന് കയറി ഇവിടെ ഇരുന്ന് എന്താ പറയുക ചായ കുടിക്കാറും ഒക്കെ ഉണ്ട്. അപ്പം നിലവിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലേസ് ഇതാണ്. അപ്പോൾ ഇതെൻ്റെ ഒരു എലിപ്റ്റിക്കൽ ക്രോസ് ട്രെയിനർ മെഷീനും അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പിന്നെ അമ്മയുടെ തയ്യൽ മെഷീൻ. ഇത് അമ്മയ്ക്ക് ഇപ്പം കണ്ണൊക്കെ കാണാതിരിക്കുന്നത് കൊണ്ട്, കണ്ണ് കാണാൻ മേലെന്നല്ല, അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ല ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ അത് നമ്മൾ മുകളിലേക്ക് ഇട്ടു. അവിടെ ഇരുന്നാകുമ്പോൾ നല്ല കാറ്റുണ്ട്. എന്തെങ്കിലും അമ്മയ്ക്ക് തയ്ക്കണമെങ്കിലൊക്കെ അവിടെ ഇരുന്ന് തയ്ക്കാം. പിന്നെ നമ്മുടെ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇവിടെയാണ് വെച്ചേക്കുന്നത്. ഇവിടെ ഒരു വാഷ് ബേസിനുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ കൈ കഴുകാം, കഴിക്കാം, എല്ലാം ചെയ്യാം. ഇനി നമുക്ക് പുറത്തോട്ട് പോവാം. നമുക്കിനി ഈ വീടിൽ നിന്ന് ഇറങ്ങി നമുക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വെളിച്ചൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ്. നിങ്ങൾ അമ്മൂമ്മയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഡെയിലി വീഡിയോ എടുക്കാൻ പോകുന്നത് ഈ വഴിയാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പുറകെ കൂടെ വന്ന് ഈ ഒരു ചെറിയൊരു ഗേറ്റ് നമ്മൾ മതിലിനിടയ്ക്ക് വെച്ചിട്ടുണ്ട് അങ്ങോട്ട് കടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പറമ്പാണ്. ഇവിടെയാണ് നമ്മുടെ എല്ലാ കൃഷി സാധനങ്ങളും ഉള്ളത്. വലിയ വലിയ കൃഷിയൊന്നുമല്ല, ചെറിയ തരത്തിലുള്ള എല്ലാ ചക്ക, പ്ലാവ്, മാങ്ങ എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ വാഴ, തെങ്ങ്, ഇവിടെ മുരിങ്ങ എല്ലാം ഉണ്ട്. ഒരുമാതിരിപ്പെട്ട എല്ലാ ചെടികളും ഇവിടെ തന്നെ ഉണ്ട്. ഇത് നമ്മളുടെ ഗന്ധർവ ക്ഷേത്രം. അപ്പോൾ നമ്മളിത് ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഇത് വെല്ലിച്ചൻ്റെ കൃഷികളാണ്, ഇടക്കാല കൃഷികൾ. ചെറിയ ചെറിയ വെണ്ട, തക്കാളി എല്ലാം, ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഈ വീട്ടിൽ തന്നെ ഉണ്ട്. കൃഷി ചെയ്ത് എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെയാണ് എടുക്കുന്നത്. ഇത് പേരമ്മ അമ്മൂമ്മയുടെ മുണ്ടൊക്കെ നനച്ചിട്ടേക്കുവാണ്, അമ്മൂമ്മയുടെ ബെഡ്ഷീറ്റൊക്കെ. അപ്പോൾ നമുക്ക് വെല്ലിച്ചൻ്റെ വീട്ടിലേക്ക് ബാക്കിൽ കൂടെ പോകാം, എന്നിട്ട് അവിടെ ഫ്രണ്ടിൽ നിന്ന് കയറാം. അപ്പോൾ ഇത് വെല്ലിച്ചൻ്റെ ഈ വീട്ടിൽ ഒരുപാട് പ്രത്യേകതയുണ്ട്. കാരണം ഇവിടെ ഒരുപാട് ചെടികളുണ്ട്. കാരണം വെല്ലിച്ചൻ ഏറ്റവും കൂടുതൽ ചെടികളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ചെടികളൊക്കെ എപ്പോൾ ചെന്നാലും എപ്പോഴും അതിൻ്റെ എന്താ പറയുക, ചെടികൾ സീസൺ വൈസ് മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് ചെടി വെക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു സ്പേസൊക്കെ വെച്ചേക്കുന്നത്. മൊത്തം ഇത് വെല്ലിച്ചൻ അവിടെ ഇരിപ്പുണ്ട് ഓൾറെഡി. ഇത് അവരുടെ വീടിൻ്റെ എൻട്രൻസ് ആണ്. മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് എൻട്രൻസ് കയറുന്നത് റൈറ്റ് സൈഡിൽ കാണുന്നത് ഞാൻ പറയാൻ മറന്നുപോയി. റൈറ്റിൽ കാണുന്നത്, ഞാൻ ആ ചെടി കാണിച്ച സമയത്ത് കാണുന്നതും അത് മറ്റൊരു വെല്ലിച്ചൻ്റെ വീടാണ്, അച്ഛൻ്റെ രണ്ടാമത്തെ ചേട്ടൻ്റെ വീട്. അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു ലിവിങ് ഏരിയ. ഇവിടെ നമ്മുടെ അപ്പൂപ്പൻ്റെ ഫോട്ടോ കാണാം. അവിടെ ഇരിക്കുന്ന പേരമ്മയുടെ അച്ഛനും അമ്മയാണ്, അവരുടെ ഫോട്ടോ ആണത്. അപ്പോൾ ഇവിടെ അമ്മൂമ്മ ഇപ്പോൾ ഉണ്ട്. നമുക്ക് അമ്മൂമ്മയുടെ അടുത്തേക്ക് പോകാം. പേരമ്മ അടുക്കള നിൽപ്പുണ്ട്. നമുക്കെന്നാൽ ഇവിടെയാണ് അമ്മൂമ്മ കിടക്കുന്നത്. അമ്മൂമ്മയുടെ മുറിയിലേക്ക് കയറാം. അമ്മൂമ്മ ഞാൻ ഉണ്ടു, കഴിച്ചു. ഇന്നെന്നാ വെള്ള ബ്ലൗസ്, ഇന്നെന്നാ മഞ്ഞ ബ്ലൗസ് ഒന്ന്. ഇത് മഞ്ഞ അല്ലേ? ആ അല്ലല്ല, ഇതെന്നാ ക്രീം കളർ ബ്ലൗസ്. ആ വെള്ള കൊള്ളാം. ഇത് ഇടാതിരുന്നിട്ട് ഇട്ടോ? ചോറുണ്ടോ? ആണോ? പിന്നെ എന്നാ ഉണ്ട്? രാവിലെ എന്നാ കഴിച്ചത്? ഉപ്പുമാവ്. ആ കൊള്ളാം. രാവിലെ മുതല് കിടപ്പാണോ? ആ എണീറ്റിരിക്ക്. ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുവാ. അമ്മൂമ്മയുടെ വീടും പരിസരവും ഒക്കെ ആൾക്കാർക്ക് കാണണമെന്ന്. വരുമെന്നല്ല, ഞാൻ വീഡിയോയിൽ കൂടെ പിടിക്കും. ഞാനിവിടെ വീഡിയോ എടുക്കുവാ. എല്ലാരും അമ്മൂമ്മയുടെ സ്ഥലമൊക്കെ കാണിക്കാൻ വേണ്ടി വന്നതാ. പറഞ്ഞു, ഹലോ പറഞ്ഞു. എല്ലാവർക്കും സന്തോഷായി കാണും ഇപ്പം. അമ്മൂമ്മ ഹലോ പറഞ്ഞോണ്ട് എല്ലാവർക്കും സന്തോഷായിട്ടുണ്ടെന്ന്. അമ്മൂമ്മ എന്നാ വേണേലും പറഞ്ഞു.
ഇങ്ങനെ എല്ലാവരെയും കണ്ട് എനിക്കും സന്തോഷമുണ്ട്. എന്നാ എണീറ്റിരിക്കാം. വരുന്നോ? എണീറ്റിരിക്കുന്നോ? എണീറ്റോ? ഇരിക്കണം, കിടക്കണേ കിടന്നോ, കുഴപ്പമില്ല. എണീറ്റിരിക്കാം. ഞാൻ ഈ വീടും പരിസരവും ഒക്കെ എടുക്കാൻ വന്നതാ. ഇപ്പൊ ജോലി കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. രാവിലെ കാപ്പിയൊക്കെ കുടിച്ചല്ലോ. കാപ്പിയൊക്കെ കുടിച്ചില്ലേ? ഉപ്പുമാവ് കഴിച്ചോ? ചൂടെടുക്കുന്നില്ലേ ഫാൻ ഇടാഞ്ഞിട്ട്? അതിന് കാറ്റില്ലല്ലോ. കൂട്ടിയിടട്ടെ? നീ ഇരിക്കുന്നെങ്കിൽ കൂട്ടിയിട്ടു. ഓക്കെ, ഒന്ന് പിടിച്ചേ. കൈതാ പുറത്ത് വന്നിരിക്കുവല്ലേ? ഇച്ചിരി നേരം കേറി അങ്ങിരുന്നു. ബ്ലൗസ് ഒക്കെ നേരെ ഇട്ടു. കൊള്ളാം. എന്നാ ഇട്ടാലും അടിപൊളിയാ. സൂപ്പർ. നമുക്ക് നടന്ന് പുറത്തു പോവാം. പുറത്തു പോയിരിക്കാം. തല ചീകണോ? തല നന്നായിട്ടാ ഇരിക്കുന്നത്. ഇല്ല, കുഴപ്പമില്ല, നന്നായിട്ടാ ഇരിക്കുന്നത്. ചീകിയാ ഇരിക്കുന്നത്. അധികം മുടിയില്ലല്ലോ. അമ്മുമ്മേ, എവിടെ വേണേലും അമ്മുമ്മ തപ്പി തിരുപ്പം വാങ്ങിച്ചു തരാം. പക്ഷെ കിട്ടുന്നില്ല അമ്മുമ്മ, സത്യമായിട്ടും കിട്ടുന്നില്ല. നരച്ചത് കിട്ടാൻ ഭയങ്കര പാടാ. ഞാൻ ഇവിടെ എല്ലാരോടും ഒന്ന് ചോദിക്കട്ടെ, ആർക്കെങ്കിലും നരച്ച തിരുപ്പൻ എവിടെയെങ്കിലും കിട്ടും എന്നറിയാമെങ്കിൽ ചെറുത് നിങ്ങൾ എന്നെ ഒന്ന് കമന്റ് ചെയ്ത് അറിയിപ്പിക്കണം. ഞാൻ വാങ്ങിച്ചോളാം. പക്ഷെ ഇവിടെ എങ്ങും കിട്ടാനില്ല. എന്തോ? അമ്മ തുണി എടുക്കുന്നു. എന്നും നമ്മള് അടുത്ത ആഴ്ച പോവണ്ടേ? അപ്പൊ തുണി എടുക്കുക. അമ്മുമ്മേ, ഞാൻ അടുത്ത ആഴ്ച വണ്ടി ഓടിച്ചാ പോകുന്നത്. ബാംഗ്ലൂർ പോകുന്നത്. ബാംഗ്ലൂര്. ഞാൻ ഫ്ലൈറ്റേ പോകുന്നില്ല. ബാംഗ്ലൂര്. ഞാൻ അമ്മയൊക്കെ കൂടെ വണ്ടി ഓടിച്ചാ പോകുന്നത്. അമ്മയും കുഞ്ഞിനെയൊക്കെ കൊണ്ടുപോവാ കേരളത്തിൽ നിന്ന് അവിടം വരെ വണ്ടിയല്ല. വരുന്നോ? വേണ്ട, കാറ ഇരുന്നാ മതി. ഇടയ്ക്ക് മേലെങ്കിൽ നിർത്താൻ ഞാൻ. പേരമ്മയോട് ചോദിച്ചിട്ട് വരാം. അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹോട്ടലിൽ ഇരിക്കാം. വരുന്നോ? ചോദിക്കട്ടെ. ഇഷ്ടം പോലെ സെറ്റ് ഉണ്ട്. സെറ്റ് ഇപ്പൊ ഉടുക്കാനോ? അല്ല, വരുമ്പോ. ബാംഗ്ലൂര് കേരളത്തിൽ നിന്ന് എത്ര ദൂരം ഉണ്ടെന്ന് അറിയാവോ? എത്ര ദൂരം ഉണ്ട്? എത്ര മണിക്കൂർ ഉണ്ടെന്ന് അറിയാവോ? അമ്മുമ്മ 11 മണിക്കൂറുണ്ട്. 10 മണിക്കൂറല്ല, 11 മണിക്കൂറുണ്ട് ഇവിടുന്ന്. അതെന്നാ? ഈ മേലാത്ത നിങ്ങള് വല്ല മേലാതെയും വന്ന അല്ലേലും വഴക്ക് പറയല്ലേ? ഇത്രയും വയസ്സായത്. ആര് വഴക്ക് പറയാനാ? അല്ല, വേണ്ട, നിങ്ങള് ധൈര്യം ഉണ്ടെങ്കിൽ പോര്. വേണ്ട, വണ്ടിയെ ഇരുന്ന് പോവാം. വേണ്ട, എനിക്ക് പേടിയാടി. എനിക്ക് ഇത്രയും മേലാത്തായി. വേണ്ട, നിങ്ങള് പോക്കോ. എനിക്കൊരു നല്ല തിരിപ്പം കൊണ്ട് പോന്നാ മതി. ബാംഗ്ലൂരിന്ന്. ഇനി ബാംഗ്ലൂർ എവിടെ തപ്പിയിട്ടായാലും വഴി എവിടുന്ന് ഒത്തിരി വലിയത് വേണ്ട. ഓക്കെ, അവര് കഴിക്കുന്നേ ഉള്ളൂ. കാല് ശരിയാവുകയാണെങ്കിൽ പോകാലോ, കുഴപ്പമൊന്നുമില്ല. കാല് ശരിയാവുകയാണെങ്കിൽ പോകാലോ. വണ്ടി ഇടയ്ക്ക് നിർത്താം. ബാംഗ്ലൂർ എവിടെയെങ്കിലും തപ്പി ഒരു തിരുപ്പനും കൊണ്ടേ ഞാൻ വരുള്ളൂ. എത്രയും ദൂരെയൊക്കെ വേണ്ട, നിങ്ങള് പോക്കോ. കേട്ടില്ല എന്നാ പറഞ്ഞേ? വാ, എണീറ്റോ? കുത്തി എണീക്കാവോ? പിടിക്കണോ കാലയില്? ഇവിടെ പിടിക്കാം. ഞാൻ പിടിക്കാം. എണീറ്റോ? വേണ്ടടി, ഇവിടെ പിടിക്കാം. ഞാനാ എന്നിടം വരുന്നത്. അയ്യോ, വല്ലതും പോയി മേലാതെ വന്ന എന്നെ എടുക്കും. ഒരു മേലാഴികയിൽ ഇവിടെ നിങ്ങൾ കഴിക്കുന്നിടത്ത് വന്നിരിക്കുവന്ന്. ബാംഗ്ലൂർ പോവാന്നാണോ ഓർത്തത്? അല്ല, സെറ്റ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് പിടിച്ചിവിടെ എത്തി. രണ്ടുപേരും ഒരേ ഫ്രെയിമിൽ 105 45. ആളെ
ആൾക്കാര് വിശ്വസിച്ചു ഇപ്പോ നടന്നു വന്ന് ഇവിടെ ഇരുന്നത് കൊണ്ട്. കാലൊക്കെ കുത്തി നടക്കാവോ? കാലൊക്കെ കുത്തി നടക്കാവോ? എന്നാ പറയണം? അമ്മൂമ്മ എന്നാ പറയുന്നത്? അമ്മൂമ്മ ഇവിടം വരെ നടന്നു വന്നോന്നാണോ പറയേണ്ടത്? ആ, പിടിച്ചു വന്ന് നടക്കാന്ന് പറയണം. ആ, പറഞ്ഞോ. ആ, ഈ തലയുടെ മോളിൽ ഇരിക്കുന്ന ഫോട്ടോ ആരുടെയാ? ആണ്ടാ പുറകെ ഇരിക്കുന്ന ഫോട്ടോ ആരുടെയാ? അതല്ല, അത്. ആ, എനിക്ക് കാണാം. അപ്പൂപ്പന്റെ ഫോട്ടോയാ അത്. ആ, വലുതാക്കിയത്. വലുതാക്കി കഴിഞ്ഞ് കണ്ടായിരുന്നോ അത്? വലുതാക്കി കഴിഞ്ഞ് കണ്ടായിരുന്നോ? കേട്ടില്ല. എന്നാ പറഞ്ഞ കേട്ടില്ല? അമ്മൂമ്മ പറഞ്ഞത് കേട്ടില്ല? അപ്പൂപ്പനെ കാണാൻ നല്ല ആളായിരുന്നു. ആ, അറിയാം. ദേ ഈ ഫോട്ടോ എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചോളൂ. മക്കളുടെ പിറന്നാൾ വരുമ്പോ കൊച്ചു പിള്ളേരെയൊക്കെ വിളിച്ച് ചോറ് കൊടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഇന്ന് എന്നാ ഉണ്ട് വിശേഷം? എന്നാ ഉണ്ട് വിശേഷം? എനിക്കോ? ആ, ഇനി എന്നാടി ഇത്രയൊക്കെ പതുക്കെ നടക്കുന്നതേ ഉള്ളൂ. വിശേഷം ഒന്നും ഇല്ല. അതെന്നാ ഇതോ? ഇതില് എണ്ണയാ. അല്ല, തലയിൽ തേക്കുന്ന എണ്ണ പോലത്തെ ഒരു സാധന. മുടി പൊഴിയാതിരിക്കാനാ. വേണോ? മുടി പൊഴിയാതിരിക്കാനുള്ളതാ. മൊരിക്കല്ല, മുടി പൊഴിയാതിരിക്കാൻ. മുടിയൊക്കെ കറുത്ത് വരുന്നുണ്ടല്ലോ. ദേ, അല്ല, അത് വേറെ അമ്മൂമ്മേ. മുടി കറുത്ത് വരുന്നുണ്ടല്ലോന്ന്. എനിക്കറിയാൻ മേല. ഇനി വയസ്സ് 1 തുടങ്ങിയോ? ഇത് ടിവിയുടെ റിമോട്ടാ. ടിവിയുടെ റിമോട്ടാ ഇത്. കാണുന്നുണ്ടോ? ടിവി വെക്കണോ? ആ, ടിവി കാണുന്നുണ്ടോ? ദേ ഇവിടെ ടിവി ഉണ്ടല്ലോ. ടിവി കാണാം. ഈ ഒരു ഫ്രെയിം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫ്രെയിമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രെയിമായിരിക്കും ഇത്. ഈ ബ്ലൗസ് ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ട് എന്നാ ഇന്ന് ഇട്ടത്? ഈ ബ്ലൗസ് ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ട് എന്നാ ഇന്ന് ഇട്ടേന്ന്? ആ, ഇതാണ് ഏറ്റവും നല്ല ഭംഗിയുള്ള ബ്ലൗസാ ഇത്. അടിപൊളി ബ്ലൗസ്. മറ്റെല്ലാ കളറിലും നല്ലതാ. വെള്ളയല്ല, ഇത് ക്രീം കളറാ. വെള്ളയല്ലല്ലോ. അല്ല, ഇതിനൊരു ചെറിയ കളറുണ്ട്. അമ്മൂമ്മ വല്ലതും അറിഞ്ഞായിരുന്നോ? നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ യുദ്ധമാണ്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ യുദ്ധം. ഉത്സവമല്ല, യുദ്ധം. എവിടെയാ? ഗൾഫിലൊക്കെ യുദ്ധമാണോ? ആ, അയ്യോ, ഭയങ്കര യുദ്ധ. അയ്യോ, നീ എന്നാ ചെയ്യും? അപ്പൊ നമ്മുടെ ആളുകളൊക്കെ ഉണ്ടല്ലോ. ആ, ഉണ്ട്. അമ്മൂമ്മയുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് അവിടെ ഉണ്ട്. അമ്മൂമ്മയുടെ വീഡിയോ കാണുന്ന ഒരുപാട് പിള്ളേർ അവിടെ ഉണ്ട്. അപ്പൊ അവിടെ യുദ്ധം നടക്കുമല്ലേ. നീ എന്നാ ചെയ്യും? സ്വർണത്തിനൊക്കെ വില കൂടി. വരുന്നോ? പേരമ്മ പറഞ്ഞു വേണമെങ്കിൽ പോരാൻ. അയ്യോ, എനിക്ക് പേടിയാടി. വണ്ടിയെ ഇരുന്ന് പോകാന്ന്. 10 മണിക്കൂറുണ്ട്. അത് അവിടെ ഇരിക്കാന്നുണ്ടെങ്കിൽ പോരും, ഒരു കുഴപ്പമില്ല. ഇടയ്ക്ക് നിർത്താം. കിടക്കണമെങ്കിൽ കിടത്താം. വണ്ടിയെ സ്ഥലമുണ്ട്. തലേണ വെച്ചങ്ങ് കിടന്നു.
അവിടെ വന്ന് ഇറങ്ങിയാൽ മതി.